ഫാമിലിയുടെ മെമ്പറും നമ്മുടെ ബസ്സിലെ കണ്ടക്ടറുമായ രാജൻ സാറിന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. 26 വർഷത്തെ സർവീസിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന രാജൻ സാറിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. ഞാൻ എൻ്റെ സർവീസിൽ ഞാൻ 3 വർഷമാണ് നമ്മുടെ പൊന്മുടി ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഞാൻ ബസ്സിൽ ആദ്യമായിട്ട് ഇത് കയറുമ്പോഴും രാജൻ സാറായിരുന്നു കണ്ടക്ടർ. ഇപ്പം അവസാനം എൻ്റെ ഡ്യൂട്ടിയുടെ ലാസ്റ്റ് ഡേയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും രാജൻ സാറായിരുന്നു. ആ കൈകളിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റുകളാണ് ഞാൻ ആ യാത്രയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും മേടിച്ചത്. പിന്നെ ഒരുപാട് പോയിട്ടുണ്ട്, പക്ഷേ ഡ്യൂട്ടിയിൽ അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇന്നും രാജൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമുക്ക് ഭയങ്കര സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സർവീസാണ് ഈ നെയ്യാറ്റിൻകര ടു പൊന്മുടി. ഒരു ദിവസം നമുക്ക് കാശില്ലെങ്കിലും നമുക്ക് ആ ബസ്സിൽ പോകാം. ആരാണ് നമ്മുടെ ക്രൂ ആരായിരുന്നാലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കാശില്ലെങ്കിൽ പോലും ആ ബസ്സിൽ യാത്ര ചെയ്യാനും പിന്നെ നമുക്കത് കൊടുത്താലും മതി. അങ്ങ് അത്രയ്ക്കൊരു സൗകര്യമാണ്. നമ്മൾ അത്രയും കെയറിങ്ങും നമ്മുടെ ഒരു സേഫ്റ്റിയിലും മാത്രമാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് പിന്നെ നമ്മളൊരു കൂട്ടായ്മ ബസ് നമുക്ക് കിട്ടാൻ ലേറ്റ് ആകുമ്പോൾ നമ്മളൊരു കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങുകയും അതിലെല്ലാവരെയും ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പം നെയ്യാറ്റിൻകര മുതൽ പൊന്മുടി വരെ യാത്ര ചെയ്യുന്ന എല്ലാവരും അതിൽ മെമ്പേഴ്സായിട്ട് വന്നു. അപ്പം നമുക്ക് ആർക്കും ബസ് കിട്ടുന്നില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാവരും ബസ് എവിടെ എത്തുമ്പോൾ രാവിലെ രാജൻ ചേട്ടനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ശരി, ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ മെസ്സേജ് ഇടും. അപ്പം നമുക്ക് എവിടെ നിന്ന് കയറണമെന്നുള്ളത് നമുക്ക് നോക്കി നമുക്ക് സ്റ്റോപ്പിൽ വന്ന് നിന്നാൽ മതി. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ, ഒരു ഫ്രണ്ട്സ് മാത്രമല്ല, ഞങ്ങളൊരു ഫാമിലിയാണ്. എല്ലാവരും ഒരു ഫാമിലിയെ പോലെ തന്നെയാണ് ഇന്ന് വരെ ഓരോ ഫംഗ്ഷനും നമ്മൾ പോയിട്ടുള്ളതും യാത്രകളായാലും എല്ലാം ചെയ്തിട്ടുള്ളതും ഒരു ഫാമിലി പോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെയ്ക്കും ആരും അന്യരാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു ഫാമിലിയിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ രാജൻ ചേട്ടൻ ഇനി ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാനില്ലെങ്കിലും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ എന്ന് രാവിലെ ഞാൻ ഈ ഗ്രൂപ്പ് തുറന്നു നോക്കും. ബസ് എവിടെ എത്തി, ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ചിലരൊക്കെ ബസ് എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ആരും മെസ്സേജ് ഇടാതെ വരുമ്പോൾ ഞാൻ ഉടൻ തന്നെ ചിലപ്പോൾ വിഷ്ണുവിനെ വിളിക്കാറുണ്ട്. എന്താണ് ഗ്രൂപ്പിൽ ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ, നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് എന്ന് തന്നെ. അപ്പൊ തന്നെ വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ഇടും. ബാക്കിയുള്ള മെമ്പേഴ്സ് ഒക്കെ ഇപ്പം ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഈ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ. നമ്മളൊക്കെ ട്രാൻസ്ഫർ ആയി പോയാലും പുതിയ പറഞ്ഞ ആൾക്കാർ നമ്മളെ കണ്ട് ഈ ഗ്രൂപ്പ് എന്ന് നിലനിർത്തിക്കൊണ്ട് പോകട്ടെ. രാജൻ ചേട്ടന് റിട്ടയർമെന്റ് ജീവിതം ഒരു നല്ല സുന്ദരമായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാമിലിക്കും ചേച്ചിക്കും മക്കൾക്കും എല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ മെമ്പേഴ്സിലാർക്ക് നമ്മുടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര മുതൽ പൊന്മുടി വരെ പോകുന്ന ടീച്ചറിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. ടീച്ചർ നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി വരെ പോകുന്ന ടീച്ചറാണ്. ടീച്ചർ രാവിലെ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ആ ബസ്സിൽ കയറി ബസ് അവസാനിക്കുന്നത് വരെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ ടീച്ചറിന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. ആദ്യം ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുകയാണ് രാജു സാറിനോട് ആശംസകൾ അറിയിക്കാനായിട്ട്. ആദ്യമേ തന്നെ സാറിനും ഫാമിലിക്കും എല്ലാം ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ കൊല്ലം റിട്ടയർ ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ അതുകൊണ്ട് അതിന്റെ അനുഭവം ഒരു വർഷമൊക്കെ പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. അതുപോലെ നമ്മുടെ വർഷങ്ങളൊക്കെ അങ്ങ് കടന്നു പോകും. അപ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ആദ്യമായിട്ട് ബസ്സിൽ കയറുന്ന ഒരാളാണ്. ആദ്യത്തെ കണ്ടക്ടർ ബാക്ക് സീറ്റ് അത് 3 വർഷം എനിക്കുള്ളതായിരുന്നു. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സാറായിരിക്കും കണ്ടക്ടർ, വിഷ്ണു ഉണ്ടാവും. നല്ല സൗഹൃദമാണ്. ഞാൻ അങ്ങറ്റം വരെയും കയറുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരുടെ അടുത്തും സംസാരിച്ച് അങ്ങനെ ഒരു നല്ലൊരു യാത്രയായിരുന്നു നെയ്യാറ്റിൻകര പൊന്മുടി ബസ്സിലെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഞാൻ വളരെ അടുത്ത് ഒരു 10-25 വർഷം അടുത്താണ് വർക്ക് ചെയ്തിരുന്നത്. നടന്ന് ബസ്സിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഛർദിൽ വരുന്ന ഒരു കാലമൊക്കെ ആയിരുന്നു എനിക്ക്. അത്ര അടുത്ത് യാത്ര ചെയ്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആദ്യമായിട്ടാണ് പൊന്മുടി ഇത്രയും ലോങ് ട്രിപ്പ് യാത്ര തുടങ്ങിയത്. ആദ്യത്തെ ആഴ്ചയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവരുടെ ബസ്സിലെ യാത്രക്കാരുടെ ആയിട്ടുള്ള ബന്ധവും ബസ്സിന്റെ പാട്ടും കേട്ട് അങ്ങനെ രസിച്ച് അതൊരു നല്ലൊരു ട്രിപ്പായിട്ടാണ്. പ്രത്യേകിച്ച് രാജ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പൊന്മുടി സ്കൂളിൽ 22-ൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ 11ാം വളവില് മണ്ണിടിച്ചിലായപ്പോൾ റോഡ് 2ആയിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ ബസ് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകാനോ സ്കൂളിൽ പോകാനോ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ക്ലാസ് നടത്തും എന്നുള്ളൊരവസ്ഥ, ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായം വന്നു.
പക്ഷെ നമുക്കത് അവിടെ ഓൺലൈൻ ക്ലാസ് ഒന്നും നടത്താൻ പറ്റില്ല. കാരണം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടും കുട്ടികൾക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് സ്കൂളിൽ ചെന്നേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മളൊരു റിക്വസ്റ്റ് നെയ്യാറ്റിൻകരയ്ക്ക് സാറൊക്കെ ഇടപെട്ടാണ്. സുരേഷ് സാറൊക്കെ ഉണ്ട്, എല്ലാവരും ഇടപെട്ടാണ് ഞങ്ങൾക്ക് ആ ട്രിപ്പ് അനുവദിച്ചു തന്നത്. കാരണം ബസ്സിലെ ജീവനക്കാർ മാത്രമേ ഉള്ളൂ, ബസ്സിലല്ല സ്കൂളിലെ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ആ ബസ്സിൽ. അപ്പോൾ ഇവർ 11ാം വളവിൽ വരെ വന്ന് ബസ് അവിടെ ഇട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വൈകുന്നേരവും അതുപോലെ. അങ്ങനെ ഒരു യാത്ര അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം സ്കൂളിൻ്റെ കുട്ടികളുടെ ആ പഠനം മുടക്കാതിരിക്കാൻ വേണ്ടി KSRTC അങ്ങനെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ സാറിന് ഒരേ ഇതാണ്, എനിക്ക് തോന്നുന്നത് അത് വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ചിലയാണെങ്കിൽ ചില കണ്ടക്ടർമാർ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടും, ഭയങ്കര എപ്പോഴും സീരിയസ് ആയിരിക്കും, ചിലർ മൗത്ത് നോക്കാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. തുടക്കം മുതൽ അവസാനം വരെയും സാർ എപ്പോഴും ഫ്രഷ് ആയിട്ട് എല്ലാവരുടെ അടുത്തും സൗഹൃദം പുലർത്തി പോകുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ സാറിന് എല്ലാവിധ സാറിന് അടുത്തൊരു ഇത് കഴിഞ്ഞ ശേഷം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന മേഖലയിലേക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. അതുകൊണ്ട് സാറിന് അതിനായിട്ടൊരു തുടക്കം കുറിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നു. പിന്നെ അപ്പം അത് ഞാൻ ഓർമ്മിച്ചത് അപ്പോഴാണ് ഓർമ്മിച്ചത് സാറിന് അടുത്ത് എന്തായിരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ സമയം കിട്ടും, കാരണം പിള്ളേരെ നോക്കി എന്തെങ്കിലുമൊക്കെ സമയം കിട്ടും. ആണുങ്ങളൊക്കെ റിട്ടയർ ചെയ്തുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അവർക്ക് ഒട്ടും സമയം പോകില്ല, നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് പോകണം, വെറുതെ ഇരിക്കാതെ. നാളെ മുതൽ തന്നെ, കാരണം 31 കഴിഞ്ഞ് അടുത്ത ജൂൺ 1 മുതൽ തന്നെ ആ മേഖലയിലേക്ക് വൈഫ് അതിലാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേഖല കുറെ കൂടി വിപുലപ്പെടുത്തി ഭാഗ്യം ഉണ്ടാകട്ടെ, മക്കൾക്കെല്ലാം നല്ല ജീവിതവും മാർഗവും എല്ലാം ഉണ്ടാകട്ടെ. അവരുടെ അടുത്ത കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഞങ്ങളെ അറിയിക്കണം. എവിടെ ഉണ്ടായിരുന്നാലും ഞാൻ പറഞ്ഞാണ് കൊണ്ടുവന്നത് ഗുഡ് ബോയ് ആയിരിക്കണമെന്ന്. CRRലെ മെമ്പർ പ്രശാന്ത് സാറിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞാൻ 2015 മുതലാണെന്ന് തോന്നുന്നു ഞാൻ നെടുമങ്ങാട് ഡിപ്പോയിലൊക്കെ വരുന്നത്. അപ്പോഴൊക്കെ കോളേജ് ബസ്സായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് ഒരു 3 ഇയറാണ് ഞാൻ 5 ഇയർ കൊണ്ടാണ് ഞാൻ പൊന്മുടി ബസ്സിലോട്ട് വരുന്നത്. അതിന് മുമ്പേ വേറെ കാണുന്ന ഏതെങ്കിലുമൊക്കെ ബസ്സിലാണ് കയറി പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചു ഞാൻ ആരുമായിട്ട് വലിയ ഇൻട്രാക്ഷനൊന്നും ഇല്ലായിരുന്ന വ്യക്തിയായിരുന്നു. പിന്നെ രാജസാറിനെ കണ്ടു, പിന്നെ വിഷ്ണു ഇടയ്ക്ക് വന്നു, അങ്ങനെ കുറച്ച് പേര് വന്നു. പിന്നെ സുപ്രിയ ഒരു ദിവസം വന്ന് പറഞ്ഞു ഇങ്ങനെ ബസ്സാണ് വരുന്നതെങ്കിൽ നമ്മളെ ബസ്സിൽ കയറുന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടോ, എങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാമല്ലോ, ലൈവ് ലൊക്കേഷനൊക്കെ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡായത്. പിന്നെ അന്ന് കുറേശ്ശെ പേരൊക്കെ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ടു. പക്ഷേ ഞാൻ പറയല്ല, എനിക്ക് ബസ്സിലെ സൗഹൃദം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൗഹൃദമായിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ ഇവർ 4 പേര്, 1, 2, പിന്നെ ആയൻ സാറ്, സുരേഷ്. ഞാൻ ഇവരെ സുപ്രിയയുടെ ചോദിച്ചു ഈ 4 പേര് ഉണ്ടാവുമെന്ന് തൊട്ട്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വരുന്നില്ല, അവരെ കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വന്നതാണ്. പിന്നെ ടീച്ചറെ കണ്ടു, ഇവരെല്ലാവരും ചോദിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ടതിൽ സന്തോഷം. പിന്നെ രാജൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല. സാർ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എവിടെ പോയാലും നമുക്കറിയാമെങ്കിലും അറിയില്ല എങ്കിലും എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരണം പുള്ളിക്കാരൻ തരുമായിരുന്നു. നല്ലൊരു പ്രാസംഗികനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പുള്ളിക്കാരൻ്റെ വിശ്രമ ജീവിതവും നല്ല സന്തോഷവും സമാധാനമാകട്ടെ ആശംസിക്കുന്നു. ഞാൻ സാറിന് ഇവിടെ എല്ലാവരെയും പരിചയപ്പെടുന്നത് ഈ പൊന്മുടി ബസ്സിൽ കയറിയതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ സർവീസിൽ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ സാറിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ കേട്ടത്, സാറ് ഈ ബസ് എന്നും ഉണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞ് എന്നും ഉണ്ട്, ശനി ഞായറൊക്കെ ഉണ്ടാകുന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അതോടുകൂടിയാണ് നമ്മളിതെല്ലാം ഗ്രൂപ്പ് ബസ്സിൽ കയറി. എന്നെ ലത ടീച്ചറാണ് ഇവിടെ ഗ്രൂപ്പിലാക്കിച്ചത്, വിഷ്ണുവിൻ്റെ പറഞ്ഞ് ഗ്രൂപ്പിലാക്കിച്ചത്. പിന്നെ അന്ന് പോലെ ഇന്നുവരെ സാറ് ഇന്നുവരെ സാറിന്റെ ഈ 32 ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പല്ലും വെളിയിലിരിക്കാനേ സമയമുള്ളൂ. ഇങ്ങനെ പോലെ പൊന്മുടി വരെ സാർ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പം ഇതെല്ലാം അത്ര തന്നെ അനുമോദിക്കാനുള്ളതാണ്. രാജു സാറിനെ പൊന്നാട അണിയിച്ച് അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശാന്ത് സാറിനെ ക്ഷണിക്കുന്നു. പ്രശാന്ത് സാറിനെ രജിത്തേട്ടനെയും.
അത് കൊടുക്കാനാ. അടുത്തതായിട്ട് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. ടീം HRRന്റെ ഒരു ഗിഫ്റ്റ് നൽകുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. കൈയടിച്ചേ. അത് ശരിയാ. ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ HRRന്റെ ഭയങ്കര സ്നേഹം നിറഞ്ഞൊരു ഗിഫ്റ്റ് ആണ് അടുത്തത്. ഇത് ഞങ്ങൾ ഇന്ന് ആണി അടിച്ച് തൂക്കിയിട്ടേ പോവുള്ളൂ എന്ന് കാണുന്ന ഒരു സ്ഥലത്ത്. ഇത് ഞങ്ങൾ എന്നും വീഡിയോ കോൾ വിളിക്കും. അപ്പൊ ഇത് കാണിക്കണം ഞങ്ങളെ. എടാ ചെല്ലേ, ആ ഫോൺ വെച്ചോടാ. ഇവിടെ തിരിഞ്ഞില്ലേ. വാ വാ വാ, ഫ്രണ്ട് നിൽക്കേ. ഓക്കെ അല്ലേ എല്ലാരും കാണാമല്ലോ. എല്ലാരും കിട്ടും. ഓക്കെ. ഡബിൾ ഓക്കെ. ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇതേ. അടുത്തതായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു ഒരു സ്നേഹോപകാരം നൽകുന്നതിനായിട്ട് നമ്മുടെ ബസ്സിന്റെ സാരഥി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് സാറിനെ ക്ഷണിക്കുകയാണ്. കൈയടിച്ച് പഴയ ഇതൊക്കെ വെച്ച് അത് KSRTC ആനയൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് ചെയ്ത്. ഒഴിവാക്കൂല. ഇനി ഫുൾ ഫ്രീ അല്ലേ എപ്പോഴാണെങ്കിലും വരാം. എന്തായാലും സുരേഷ് ചേട്ടന് സംസാരിക്കാൻ പറ്റില്ല, തൊണ്ട ഇടറും. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലത ടീച്ചറിന്റെ ഒരു ഗിഫ്റ്റാണ്. ചെറിയൊരു സമ്മാനം എന്ന് പറയാൻ ടീച്ചർ പ്രത്യേകം പറഞ്ഞു. ചെറുതെന്ന്. അടുത്തതായിട്ട് രാജൻ സാറിന് ചേട്ടാന്ന് വിളിച്ചാണ് ശീലം. ആശംസകൾ അറിയിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടക്ടർ സജിത ചേച്ചി ക്ഷണിക്കുകയാണ്. നമ്മുടെ HR ടീമിൻ്റെ കാരണവർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജൻ മാമൻ. ഞങ്ങൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, സാർ അല്ല മാമൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ HR ടീമിൻ്റെ കാരണവരായ നമ്മുടെ മാമന് ആദ്യമേ തന്നെ എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. കാരണം മാമനെ അങ്ങോട്ട് എപ്പോഴും നമ്മൾ വിളിച്ചാലും നമുക്ക് ഒരു കാരണം, ഒരു ഉപദേശം എന്ന് വെച്ചാൽ എന്ത് ഒരാവശ്യം വിളിച്ചു ചോദിച്ചാൽ അപ്പോഴാണ് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇന്നിപ്പോൾ പറഞ്ഞു തരാൻ ഒരാളായിരുന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ടീമിൽ എപ്പോഴും മാമൻ നമ്മളോട് ആക്റ്റീവായിരിക്കും. മാമൻ ഇങ്ങനെ ചെയ്ത് റിട്ടയർമെൻ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാമൻ റിട്ടയർമെൻ്റ് ആയിട്ടില്ല. ഇനി മാമൻ അടുത്ത ജോലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത തൊഴിലേക്ക് പോകും. അപ്പോൾ മാമൻ ഇത് റിട്ടയർമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാമൻ ഇപ്പോൾ തൽക്കാലം ഒരു വിശ്രമം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത് നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യും, അതിൽ മാമനുണ്ടാവും. മാമൻ തീർച്ചയായും വന്നിരിക്കും. പിന്നെ ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞ് നമ്മളിന് കേട്ട ഇതായതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ചില സർവേശ്വര മാമന് സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കിട്ടുന്നു. ആശംസകൾ പറയാനുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു. ആണോ ചേച്ചി? ശീല ചേച്ചി.
അതുണ്ട്. അതിൻ്റെ പേട്ടെ ഇനി മറുപടി പ്രസംഗത്തിനായി രാജൻ ചേട്ടൻ. ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ബഹുമാനമുള്ള എൻ്റെ പൊന്മുടി ബസ്സിലെ HRR കുടുംബാംഗങ്ങളെ, നാളിതുവരെ ഒരു KSRTC കണ്ടക്ടർക്ക് കിട്ടാത്ത ഒരു സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഇന്ന് എനിക്ക് നിങ്ങൾ തന്നത്. പക്ഷേ ഇതിന് പ്രത്യുപകാരം എന്ത് എന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെയാണ് ഞാൻ നേടിയെടുത്തതെന്നുള്ളതും എനിക്കറിയില്ല. കാരണം KSRTC എന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് തന്നെ ഒരു ദിവസം 92 കണ്ടക്ടർമാരും ഡ്രൈവർ 92 വീതം പോവുകയാണ്. പക്ഷേ നാം നമ്മുടെ ജോലി വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം പാലിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കാരോടത്ത് അതിൻ്റേതായ രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ ഞങ്ങളുടെ യാത്രക്കാരോടത്ത് അങ്ങേയറ്റം വരെ തുടക്കം മുതൽ സമാപനം വരെയുള്ള സമയം ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫലം ഇത്രയും ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാനിത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം നിങ്ങൾ നൽകുന്ന ഈ ഓരോ ബഹുമതിയും ആദരവും സ്നേഹവും എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു KSRTC കണ്ടക്ടർക്ക് ഇത്രയധികം കാര്യങ്ങൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അതിശയമാണ്. കാരണം ഇത് നമ്മൾ വെറും ഇന്ന് കൂടിയത് ഒരു യാത്രക്കാരാണ്. സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയോടുകൂടി ഒരുമിച്ച് കൂടുകയും ഈ ഇങ്ങനെയുള്ള സ്നേഹവിരുന്ന് പങ്കുവയ്ക്കുന്നതും ഇങ്ങനെയുള്ള ഒരു ആദരവ് സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് തന്നെ എന്തു തന്നെ പറയണമെന്ന് പോലും അറിയില്ല. കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കുടുംബ അംഗങ്ങളെപ്പോലെ ഒരുമിച്ച് കൂടി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ആദരവും സ്നേഹവും ഒരുമിച്ച് തന്ന് ഇത്രയും നല്ലൊരു ആദരവ് തന്ന നിങ്ങളടുത്ത് എന്താണ് പറയണമെന്ന് പോലും അറിയില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ നെയ്യാറ്റിൻകര പൊന്മുടി ബസ്സിൻ്റെ, അതായത് യാത്രക്കാർ അതായത് ഞങ്ങൾക്ക്, അതായത് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളെ ടീമിന് തന്ന ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ നിങ്ങളോടത്തും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നത്. മറ്റുള്ള റൂട്ടുകളിൽ പോയ ഒരു വ്യത്യസ്തമായ രീതിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോകാൻ തുണിഞ്ഞാലും അതിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 പേര് കാണും എന്നും നമ്മുടെ സഹകരിക്കാനും ഏതെങ്കിലും രീതിയിൽ ഡോറ് പിടിച്ചടച്ചിട്ട് നമ്മളെ ദേഷ്യപ്പെടുത്താനും ഏതെങ്കിലും തരത്തിൽ ടിക്കറ്റ് എടുക്കാതെ നിന്ന് താമസിക്കാനും. പക്ഷേ ഈ നെയ്യാറ്റിൻകര പൊന്മുടി ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 100% നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി വരെ പോകുന്നു, തിരിച്ച് ഈ ഡ്യൂട്ടി തീരുന്നത് വരെയും എല്ലാവരും വളരെ കൃത്യതയോടുകൂടി, കാരണം നമ്മളൊരു കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെയാണ് ഞങ്ങളെ ജീവനക്കാരെയും കാണുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ വരുന്ന യാത്രക്കാരെ മുഴുവനെയും കാണുന്നത്. വിദ്യാർത്ഥികളായാലും ശരി, മറ്റ് ബാങ്ക് ജോലിക്കാരായാലും ശരി, സ്കൂൾ അധ്യാപകരായാലും ശരി, നമ്മുടെ പൊന്മുടിയെ സംബന്ധിച്ച് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും ലയത്തിലുള്ളവരായാലും പോലീസ് സ്റ്റേഷനായാലും എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് അവരുടെ എല്ലാവരുടെയും സ്നേഹം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ബസ്സാണ് നമ്മുടെ പൊന്മുടി ബസ്. ഇനി എല്ലാവരും എനിക്ക് ഈ ആദരവും സ്നേഹവും തന്നുവെങ്കിലും ഇതിനുള്ള കാരണക്കാരൻ വേറെ ഉണ്ട്. കാരണം ഒരു ബസ്സിൻ ഡ്രൈവറുമായിട്ട് നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ കണ്ടക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ ഈ വക കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. നമ്മളെ കൂടുന്ന ഒരു ഡ്രൈവറും കൂടി അതേപടി ഞാൻ എന്താണോ മനസ്സിലാക്കുന്നത് അതേപടി ഡ്രൈവറും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാളിന് അത്യാവശ്യം ഒരിടത്ത് ഇറങ്ങണമെങ്കിലും അത്യാവശ്യം ഒരാൾ വരാൻ കൊണ്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെങ്കിലും അതിന് നമ്മൾ 2 പേരും ഒന്നുപോലെ ആയിരിക്കും. അതേപക്ഷം കണ്ടക്ടർ അതിന് മനസ്സ് കാണിച്ചു, പക്ഷേ ഡ്രൈവർ അതിന് മനസ്സ് കാണിച്ചില്ല എങ്കിൽ ഈ സ്നേഹം ഇവിടെ ഉണ്ടാവില്ല. അതിന് പ്രധാന കാരണക്കാരൻ നമ്മുടെ സുരേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ സാരഥിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാതകൾ പിന്തുടർന്ന് പോണവരാണ് ഇപ്പം നമ്മുടെ വിഷ്ണു സാറും നമ്മുടെ ചന്ദ്ര സാറും. കാരണം വിഷ്ണു സാറും ചന്ദ്ര സാറും പുതുതായിട്ട് ഈ ഡ്യൂട്ടി എടുത്തപ്പോൾ അവർ ഒരാഴ്ചയൊക്കെ നോക്കി അങ്ങ് ഓടായി. പക്ഷെ പറ്റുന്നില്ല. ഞങ്ങൾ വിളിച്ച് പറയും ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇന്ന രീതിയിൽ കൂടിയേ പോകാവൂ, ഇന്ന സമയമാണ്. അതിപ്പോൾ പാലിച്ച് വളരെ കൃത്യതയോടുകൂടി ഓടുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനല്ലെങ്കിൽ നമ്മളിലുള്ള 4 പേരിൽ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നാലും സ്ഥലം മാറിപ്പോയിരുന്നാലും
നമ്മുടെ ഈ നെയ്യാറ്റിൻകര പൊന്മുടി ബസ്സിനെ നിലനിർത്തുകയും അതിലുള്ള നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ നിലനിന്ന് അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി അവർക്ക് കൃത്യതയോടുകൂടി വണ്ടി കിട്ടണം, കൃത്യസ്ഥലത്ത് എത്തണം, അവർ വളരെ സേഫ്റ്റിയായിട്ട് പോകണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളില്ലെങ്കിലും അതിലുണ്ടാവണം എന്നുള്ളൊരു മനസ്സാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നിങ്ങൾ നൽകിയ ഈ സ്നേഹവിരുന്ന് വളരെ എനിക്ക് മറുപടി പറയാൻ പറ്റാത്തൊരു കാര്യത്തിലാണ് നിങ്ങളുകൊണ്ട് എത്തിച്ചത്. കാരണം ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സത്യം എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മുൻപ് ഞാൻ SLC കഴിഞ്ഞു +2 പോകുമ്പോൾ തന്നെ എൻ്റെ ഒരു ചേട്ടായി ആധാരമെഴുത്ത് ഫീൽഡിൽ കൊണ്ടാക്കി. ആധാരമെഴുത്ത് ഫീൽഡിൽ പ്രമാണങ്ങൾ ചമയ്ക്കുന്നതിന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ച് ഏകദേശം ഒരു 2-3 കൊല്ലമായപ്പോൾ ഇതിൻ്റെ കണ്ടക്ടർ ടെസ്റ്റ് വന്നത് 91 ടെസ്റ്റ് ചെയ്ത് 92 ലിസ്റ്റായി 2000 വിളിച്ചു. അപ്പം കുറച്ച് 7.5 വർഷം റിസർവായിട്ടാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞ് 7.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പെർമനൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 26 വർഷമായി. അതിൽ 19 കൊല്ലമാണ് എൻ്റെ സർവീസ്. 7.5 കൊല്ലം സർവീസ് അല്ല, റിസർവാണ്. പക്ഷേ റിസർവിന് വേണ്ടി നമ്മൾ പല പോരാട്ടങ്ങളും നടത്തുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ സർവീസിലേക്ക് കയറ്റും, പെൻഷനിൽ കൂടി കയറ്റും എന്നുള്ളത് ഒരു അറിവ് മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല. എങ്കിൽ കൂടി വീണ്ടും പഴയ എൻ്റെ തൊഴിലിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ മനസ്ഥിതി. പക്ഷേ അതിലും ഇപ്പോൾ ഒരു ചെറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ സിസ്റ്റം, രജിസ്ട്രേഷൻ വകുപ്പിൽ പുതിയ സിസ്റ്റങ്ങൾ വന്നു. അതായത് ടെംപ്ലേറ്റ് സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഇത് വന്നപ്പോൾ 7 പേരിരിക്കുന്ന ഒരു ഓഫീസിൽ കുറഞ്ഞത് ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേരും മതി. അപ്പോൾ നമ്മളവിടെ പിന്നെ പുറകിലോട്ട് നിൽക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ നമ്മളൊരു സ്വന്തമായിട്ടൊരു ഓഫീസ് തയ്യാറാക്കേണ്ട ഒരു രീതി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കുറേ കൂടി കാര്യങ്ങൾ അറിയേണ്ടതല്ല, കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ, അതായത് ഇതുവരെ നമ്മൾ എന്നാണോ ട്രാൻസ്പോർട്ടിൽ കയറിയത് അന്ന് മുതലും ഈ നമ്മൾ ആധാരമെഴുത്തിൻ്റെ തൊഴിൽ ഞാൻ വിട്ടിട്ടില്ല. ഒന്നിടവിട്ട് ആധാരമെഴുത്ത് ഓഫീസിൽ ഞാൻ പോകും. ഇപ്പോഴും അതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ് ഈ സമയങ്ങളിൽ. കാരണം നമുക്ക് ഒരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ചുമതലപ്പെടുത്തിയാൽ ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൻ്റെ വർക്ക് കുറവാണ്. ഇപ്പം ഇത്തിരി ആൾക്കാർ ആധാരങ്ങൾ വാങ്ങിച്ച് വിൽക്കുന്ന പരിപാടികളില്ല. അത്യാവശ്യം വാങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു തൊഴിൽ വേറെ ഏതെങ്കിലും ചിലപ്പോൾ കാണേണ്ടി വരും. അത് ഏതാണെന്നുള്ളത് നമ്മൾ മുൻപോട്ട് പോകുമ്പം കാണാം, അല്ലേ? ചിലപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല, അതിൻ്റേതായ രീതി കാണാം. എന്തായാലും നിങ്ങളുടെ ഈ വലിയ മനസ്സിനെ ഞാൻ അങ്ങേയറ്റം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കും എൻ്റെ കുടുംബത്തിനും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ സ്നേഹം നിങ്ങളിലും ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഇന്ന് വന്ന് എൻ്റെ ഈ ചടങ്ങിൽ എല്ലാവരും വന്ന് പങ്കെടുത്ത് ഇതൊക്കെ കാണിച്ച് നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ പേരെടുത്ത് പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. പാവം വിശന്നോണ്ട് കൊണ്ടുവരേണ്ടവരുണ്ട്. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം അതിന്റെ ചെയ്യാം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും അത് ആരെയും മുൻകൂട്ടി അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനും എല്ലാവരും ക്ഷമിക്കണം. അത് ഒരു ഷോർട്ടായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് എത്തിച്ചത്. പിന്നെ നമ്മളെ ഇത്രയും നന്നായിട്ട് സൽക്കരിച്ച രാജസാറിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ടീം HRRൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു കാലത്തും നമ്മുടെ ഈ HRR ഇത് വിട്ടുപോകല്ലേ. എല്ലാവരും എവിടെ പോയിരുന്നാലും ഇപ്പോൾ സുപ്രിയ മാഡം പറഞ്ഞതുപോലെ ഇതിൽ പങ്കാളികളായിക്കൊള്ളണം, അല്ലേ? നമ്മൾ ജോലിക്കാരാകുമ്പോൾ പലയിടത്തും മാറിപ്പോകേണ്ടി വരും. KSRTC അല്ലേ? നോക്കട്ടെ ഇനി ഇവിടെ ഇപ്പോഴത്തെ Wow.